വിശ്രമത്തിനായി എത്തുകയാണ്. മകനെ ജീവനോടെ കിട്ടിയില്ലെങ്കിലും ആ കുടുംബത്തിന് അന്തിയുറങ്ങുന്നത് തങ്ങളുടെ വീട്ടിൽ തന്നെയാണല്ലോ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ എന്ന് ഒന്ന് ഓർക്കാനെങ്കിലും, ഒന്ന് ആശ്വസിക്കാനെങ്കിലും, തെല്ലൊന്ന് ആശ്വസിക്കാനെങ്കിലും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അർജുൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് അത്രമാത്രം സംശയം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്. പക്ഷെ ആ സംശയം അവസാനിച്ചിരിക്കുന്നു. അർജുൻ അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ശിരൂരിൽ ദുരന്തമുണ്ടാകുന്നതിന് മുൻപ് ഏകദേശം 15 ദിവസം മുൻപാണ് അർജുൻ കൃത്യമായി വീട്ടിൽ നിന്ന് അവസാനമായി വീട്ടുകാരോട് യാത്ര പറഞ്ഞിറങ്ങിയത്. ഈ വീട്ടിലുള്ള അർജുന്റെ അമ്മയും സഹോദരിയും ഭാര്യയും ഒക്കെ 3 മാസത്തോളമായി അർജുനെ കണ്ടിട്ട് എന്ന് പറയാം. പക്ഷെ അവർ അവസാനമായി തന്റെ മകനെ കാണുന്നത് ചേതനയാറ്റാകുമ്പോൾ ആംബുലൻസ് വീട്ടിലോട്ട് കയറുമ്പോൾ എന്തായിരിക്കും അമ്മയുടെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും സഹോദരിമാരുടെയൊക്കെ പ്രതികരണം, അവരെങ്ങനെയാണത് ഉൾക്കൊള്ളുക എന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ പറയാൻ പോലും സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ഈ നാട് മുഴുവൻ തേങ്ങുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 2 മാസമായി ഈ പ്രദേശത്തിന് ഒരു മൗനമായിരുന്നു. എനിക്കത് ഇവിടെ വന്നപ്പോൾ തൊട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അർജുൻ എന്നുള്ളൊരു വികാരം മാത്രമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് പൂളാടിക്കുന്ന് മുതൽ ഇങ്ങോട്ട് റോഡ് മുഴുവൻ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ഒരു ബഹുമാനം, ഒരു ആദരാഞ്ജലി അർപ്പിക്കാനായി കാത്തിരിക്കുകയായിരുന്നു ഒരു ജനസഞ്ചയം മുഴുവൻ. റോഡിൽ നീളെ കൈകൂപ്പിക്കൊണ്ട് കണ്ണ് നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് അമ്മമാരെ, സഹോദരിമാരെ, ചേച്ചിമാരെ എനിക്കവിടെ കാണാൻ സാധിച്ചു. ഇപ്പോഴും അസമാനമായ കാഴ്ച എന്ന് തന്നെ പറയാം. ഇപ്പോഴും ഇതാ ഈ വീടിന് മുൻവശത്ത് മുഴുവൻ ആളുകൾ കഴിച്ചുകൂടി നിൽക്കുന്നു. ഏറ്റവും പ്രധാനമായി നമുക്ക് കൂടെ വന്ന ആ വിലാപയാത്രയെ ഒരു വീടിന്റെ തൊട്ട് പിൻവശത്തായി അവർ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്, കയറ് കെട്ടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കാരണം ആ ജനസഞ്ചയം കൂടി ഇങ്ങോട്ട് വീട്ടിലേക്ക് ഒഴുകിയെത്തിയാൽ ഇവിടെ ഒരു കാല് കുത്താൻ പോലും ഇടം ഉണ്ടാവില്ല. ഒരു മുട്ടുസൂചി വീണാൽ പോലും അത്രമാത്രം തിരക്ക് എന്ന് നമുക്ക് പറയാൻ ഒരു മുട്ടുസൂചിക്ക് പോലും താഴെ വീഴാൻ സ്ഥലമില്ലാത്ത സാഹചര്യം എന്ന് പറയേണ്ടി വരും. കാരണം അതുകൊണ്ട് മാത്രമാണ് ആ വിലാപയാത്രയ്ക്കൊപ്പം അനുഗമിച്ച ആളുകളെ അവിടെ തടഞ്ഞു നിർത്തിയത്. ഇപ്പോൾ കുറച്ചു പേർ മാത്രം, കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു 500 ആളുകൾക്ക് മുകളിൽ, അതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ അർജുന്റെ വീടിന്റെ പരിസരത്തുണ്ട്. ബാക്കി എല്ലാവരെയും വിലാപയാത്രയിൽ വന്ന ആളുകളൊക്കെ ആ പാതി വഴിയിൽ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആംബുലൻസ് വീടിനകത്തേക്ക് അല്ലെങ്കിൽ മൃതദേഹം പൊതുദർശനം സൗകര്യമൊരുക്കിയ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് അതിനുശേഷം മാത്രമേ ഈ ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. ബാക്കി എല്ലാ ഒരുക്കങ്ങളും ഈ വീട്ടിൽ പൂർണ്ണമായിട്ടുണ്ട്. ഇപ്പോഴും ആംബുലൻസ് വീടിനകത്തേക്ക് കയറിയിട്ടില്ല, ഇപ്പോഴും പുറത്ത് തന്നെയാണുള്ളത്. അല്പസമയത്തിനകം അർജുന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് തയ്യാറാക്കിയ സ്ഥലത്തേക്ക് സൂചിപ്പിച്ചതുപോലെ അർജുനെത്തി, ഒടുവിൽ സ്വന്തം മണ്ണിലേക്ക് അർജുനെത്തി. ആ വീടിന് മുന്നിലാണ് അർജുൻ. ഇനി അർജുൻ ആ വീട്ടിൽ നിന്നൊരു മടക്കമില്ല. അർജുനെ കാത്തിരുന്ന അച്ഛൻ, സഹോദരിമാർ, ആ കുടുംബമാകെ അർജുനെ എങ്ങനെ ഏറ്റുവാങ്ങുമെന്നുള്ളത് പറഞ്ഞറിയിക്കുക പ്രയാസമാണ്. അത് വികാരനിർഭരമായിരിക്കും. ഒരു നാട് മുഴുവൻ കണ്ണീരിൽ അർജുനെ ഏറ്റുവാങ്ങുമ്പോൾ ആ കുടുംബത്തിൻ്റെ സങ്കടം എത്രത്തോളമാണ് എന്ന് എങ്ങനെ വിവരിക്കാനാണ് സാധിക്കുക. അർജുൻ സ്വന്തം മണ്ണിലേക്ക് ഏറ്റവും ഒടുവിലായി എത്തുകയാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും എന്തിയാണ് അർജുൻ പലവട്ടം പൂനെയിലേക്കും മഹാരാഷ്ട്രയിലെ പലയിടങ്ങളിലേക്കും ലോറിയുമായി വളയം പിടിച്ച് നീങ്ങിയത്. ഇനിയൊരു യാത്രയില്ല അർജുന്. അർജുൻ ലോറിയിൽ സഞ്ചരിച്ചിരുന്ന അതേ വഴിയിലൂടെ ആംബുലൻസിൽ ചേതനയേറ്റ് അർജുൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നാടൊന്നാകെ, ഒരു നാടല്ല, ഒരു സംസ്ഥാനം ഒന്നാകെ ഉണ്ട് അർജുന് പിന്നിൽ. അർജുനായി അണിനിരക്കുകയാണ് കേരളം ഒത്തൊരുമിച്ചായി. ഒരു സമൂഹത്തിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിരുന്ന ഒരു യുവാവ്, ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന ഒരു യുവാവ്, ആ യുവാവാണ് ഇല്ലാതായത്. ആ കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാതാകുമ്പോൾ കേരളം ഒന്നായി ആ കുടുംബത്തിനോട് ചേർന്ന് നിൽക്കുമെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് നിരത്തിയാണ് നമ്മൾ പറയേണ്ടത്? അത്രമാത്രം ജനങ്ങൾ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. വളരെ സംയമനം പാലിച്ച് കാത്തുനിന്ന് അർജുൻ്റെ ഒരുപക്ഷെ മൃതദേഹത്തിൻ്റെ നമുക്ക് കാണാൻ കഴിയുന്ന അത്രമാത്രം അവസ്ഥയിലല്ല എങ്കിൽ പോലും അവസാനമായി വന്ന് അർജുനെ ഒന്ന് കണ്ട് മടങ്ങാൻ വേണ്ടി ദിക്കുകളിൽ നിന്ന് പുറപ്പെട്ടെത്തിയ
എത്രയോ ജനങ്ങളാണ് കണ്ണാടിക്കലിലുള്ളത്. ഇത് ഒരു പക്ഷേ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, നേരത്തെ അനീഷും ഭവ്യയും അനുമോദും ബൈജുവും ടോമും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലൊരു വിലാപയാത്രയോ ഇതുപോലൊരു സംസ്കാര ചടങ്ങോ നമ്മൾ അത്യപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അർജുൻ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സിനിമാ താരമോ മറ്റേതെങ്കിലും കായിക പ്രതിഭയോ ഒന്നുമല്ല. അതിനുമപ്പുറത്തേക്ക് സാധാരണക്കാരനായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ. 16-ാമത്തെയോ 17-ാമത്തെയോ വയസ്സിലാണ് ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അർജുൻ ഏറ്റെടുക്കുന്നത്. ആ ഉത്തരവാദിത്വം പേറി പലവട്ടം സംസ്ഥാനങ്ങൾ താണ്ടി ലോറിയിൽ വളയമേന്തി നീങ്ങിയിട്ടുണ്ട് അർജുൻ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തം അർജുനെ കവർന്ന് ആ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും നമ്മൾ മലയാളികൾ ഒന്നായ കുടുംബത്തിനൊപ്പം നിന്നു. അതാണ് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. ഒരുപക്ഷെ ലോകം അത്ഭുതപ്പെടും ഇതുപോലുള്ളൊരു സഹജീവി സ്നേഹം കണ്ട്, സഹാനുഭൂതി കണ്ട്, ചേർത്ത് നിർത്തൽ കണ്ട്. ഇത് മാതൃകയാകട്ടെ മുഴുവൻ ലോകത്തിന്, ഒരു സമൂഹത്തിനൊന്നാകെ ഇത് മറക്കാൻ കഴിയാത്ത മാതൃകയായി തീരട്ടെ. അത്രമാത്രം വികാരവായ്പോടുകൂടി നമ്മൾ മലയാളികൾ അർജുനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ വീടിൻ്റെ മുറ്റത്ത് ആംബുലൻസിൽ അർജുൻ കിടപ്പുണ്ട്. അർജുൻ്റെ ശേഷിപ്പുകൾ, അർജുൻ കരുതി വെച്ചിരുന്ന അർജുൻ്റെ കുഞ്ഞിനായി കരുതിയിരുന്ന കളിപ്പാട്ടം ഉൾപ്പെടെ തൊട്ടുപിന്നിലെ മറ്റൊരു കാറിൽ കരുതിയിരുന്നു. അഭിജിത്ത് അർജുൻ്റെ സഹോദരൻ, ജിതിൻ അർജുൻ്റെ സഹോദരി ഭർത്താവ്, രണ്ടുപേരും ആ ആംബുലൻസിൽ തേങ്ങലടക്കാൻ കഴിയാതെ ഒപ്പം തേങ്ങുകയാണ് നമ്മളെല്ലാവരും. അർജുൻ അവസാനമായി വീട്ടിന് മുന്നിൽ. ഇനി ആ വീടിനോട് ചേർന്നുള്ള ആ മണ്ണിലാണ് അന്ത്യവിശ്രമം. ഇനി അർജുന് കിലോമീറ്ററുകൾ താണ്ടിയുള്ള സഞ്ചാരങ്ങളില്ല, ഉത്തരവാദിത്തത്തിൻ്റെ ഭാരമില്ല. ആ കുടുംബത്തിൻ്റെ അത്താണിയേറുന്ന അർജുൻ ആ വീട്ടിൽ എന്നേക്കുമായി വിശ്രമത്തിനൊരുങ്ങുകയാണ്. ആ കുടുംബം അർജുൻ്റെ ഓർമ്മയിൽ മുന്നോട്ട് പോകട്ടെ, കരുത്തുണ്ടാകട്ടെ ആ കുടുംബത്തിന് എന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയും. നമുക്കും ചേർന്ന് നിൽക്കാം. ഈ ഒരു ദിവസം അർജുനെ അനുഗമിച്ച് അർജുനെ ആ കുടുംബത്തിൽ എത്തിക്കുക എന്നതിനുമപ്പുറം കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട് നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഓർമ്മയിലുണ്ടാകും. കാരണം നമ്മൾ നൽകിയ സ്നേഹം അത് എല്ലാ കാലത്തേക്കും ഉണ്ടാകേണ്ടതാവണം. അത്രമാത്രം സ്നേഹം മലയാളികൾ ഇന്ന് നൽകുന്നുണ്ട്. ആ സ്നേഹം തുടരുക തന്നെ ചെയ്യും. അതാണ് മലയാളം, അതാണ് കേരളം. അർജുൻ ഗംഗാവലി പുഴയിൽ അങ്കോളയ്ക്കടുത്ത് ശിരൂരിൽ ഉണ്ടായ ആ മണ്ണിടിച്ചിലിൽ ഒരു വലിയ ട്രക്കായിരുന്നു. ആ ട്രക്ക് അത്രമാത്രം ശക്തിയോടെ എത്തിയ ആ മണ്ണിടിച്ചിൽ ആ പുഴയിലേക്ക് ആ ട്രക്കിനെ വലിച്ചെറിഞ്ഞപ്പോൾ ആ ക്യാബിനുള്ളിൽ വളരെ സുരക്ഷിതമായെന്ന മട്ടിൽ അർജുൻ കിടക്കുന്നുണ്ടായിരുന്നു, നിശ്ചലനായിട്ടെങ്കിൽ പോലും. അർജുനെ ചേർത്ത് പിടിച്ച ലോറി, അർജുനു വേണ്ടി കാത്തിരുന്ന ലോറി ഡ്രൈവർ, അർജുനു വേണ്ടി നിതാന്ത പരിശ്രമം നടത്തിയ അർജുനു വേണ്ടി കഠിനാധ്വാനം നടത്തിയ ഈശ്വർ മാൽപേ, കർണാടക സർക്കാരിൻ്റെ പ്രയത്നങ്ങൾ, കാർവാർ MLA സതീഷ് കൃഷ്ണസേൽ, ഇപ്പോഴും അദ്ദേഹം അർജുനൊപ്പം ഉണ്ട്. ആ വീട് വരെ അർജുനൊപ്പം സതീഷ് കൃഷ്ണസേൽ എന്ന ജനപ്രതിനിധി, കർണാടകയുടെ ജനപ്രതിനിധിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായമുണ്ട് കർണാടകയുടെ, അതും കുടുംബത്തിന് അദ്ദേഹം കൈമാറും. അങ്ങനെ എല്ലാവരും ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. അർജുനെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ അത് നിരവധിയാണ്. ഒരു പക്ഷേ ആ കുടുംബത്തിലേക്ക് ഇത്രയധികം ആളുകൾ എത്തിക്കാണില്ല. ആ കണ്ണാടിക്കലിലെ ആ ഇടവഴിയിലൂടെ ഇത്രയും അധികം ആളുകൾ കയറി വന്നത്, നടന്നു വന്നത് ഇതാദ്യമായിട്ടാണ് നിശ്ചയം. ഇനിയും എത്രയോ പേരാണ് ആ ഇടവഴിയും കടന്ന് ആ കവലയ്ക്കുമപ്പുറം നിരനിരയായി കാത്തു നിൽക്കുന്നത്, അർജുൻ്റെ വീട്ടിലേക്ക് അർജുനെ കാണാനായി കാത്തു നിൽക്കുന്നത്. അർജുൻ സ്വന്തം വീട്ടുമുന്നിലേക്ക് ഇന്നലെ വൈകിട്ടാണ് 6 മണിക്ക് പുറപ്പെട്ടതാണ് ആംബുലൻസ് അവിടെ നിന്ന്. ഈ ഉള്ളുലയ്ക്കുന്ന കാഴ്ച അത് വഴിനീളെ ഉണ്ടായിരുന്നു. ഓരോ ഇടങ്ങളിലും ഒരു പരിചയവുമില്ലാത്ത അർജുന് വേണ്ടി കാത്തുനിന്ന മലയാളികളാണ് ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അർജുൻ എങ്ങു നിന്നോ എവിടേക്കോ പുറപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്ന് മാത്രം നമ്മൾ ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നുവെങ്കിൽ ഒരു പുഞ്ചിരിയിൽ മാത്രം ഒതുങ്ങേണ്ട പരിചയം, അതിനുമപ്പുറം എത്രയോ ആഴങ്ങളിലേക്കാണ് ഓരോ മലയാളികളുടെയും മനസ്സിലേക്ക് അർജുൻ ഇറങ്ങിച്ചെന്നത്. ഒരു ദുരന്തം ഇത്രമാത്രം വലിയൊരു അടിസ്ഥാനമാകുമെന്ന് കരുതുക പ്രയാസമാണ്.
ദുരന്തത്തിനിടയിലും ചേർത്ത് പിടിച്ചു മലയാളികൾ അർജുനെയും അർജുൻ്റെ കുടുംബത്തെ. കാർവാറിലെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അർജുന്റെ മൃതദേഹം എത്തുന്നതാത്ത് കണ്ണാടിക്കലിലെ വീട്ടിൽ അച്ഛൻ പ്രേമനുൾപ്പെടെ കാത്തുനിന്നു മണിക്കൂറുകൾ. രാവിലെ 6 മണിക്ക് എത്തിച്ചേരുമെന്ന് കരുതിയതാണ്. പക്ഷെ എങ്ങനെ എത്തിച്ചേരാണ്? നമ്മൾ അർജുന് വഴിനീളെ സ്നേഹമല്ല, വഴിനീളെ അർജുനെ കാത്തുനിന്നു മലയാളികൾ. ആ സ്നേഹമായി പേറ്റുകാണും അർജുൻ ലോറിയുമായി എത്തിയിരുന്ന അതേ വഴിയിലൂടെ തിരികെ എത്തി വീട്ടിലേക്ക്. ആ അർജുൻ വീട്ടുമുറ്റത്തേക്ക് എത്തുകയാണ്. നടന്നല്ല, മറ്റാളുടെയൊക്കെയോ തോളിലേറി അർജുൻ ആ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു. കാണാനൊരു മുഖമുണ്ടാകില്ല, പക്ഷേ അർജുനൻ്റെ ആ മുഖം പ്രേക്ഷകർക്ക്, മലയാളികൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? 2 മാസത്തിലേറെയായി നമ്മൾ അർജുനെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുന്നു. ആ ജൂലൈ മാസത്തിൽ ആ ദുരന്ത സമയത്ത് നമ്മൾ ഓർത്തു വെച്ചതാണ് അർജുനെ. പിന്നീട് ഇന്നോളം നമ്മൾക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്രയെത്ര രാത്രികളിൽ എത്രയെത്ര മലയാളികൾ അർജുനെ ഓർത്ത് തേങ്ങിയിട്ടുണ്ടാകും. ആ കുടുംബത്തിൻ്റെ തേങ്ങലിനൊപ്പം നിന്ന് തോളോട് തോറ്റുകാന്ന് അർജുനായി കാത്തിരുന്നിട്ടുള്ള, അർജുനായി പ്രാർത്ഥിച്ച എത്രയോ മലയാളികളുണ്ട്. അർജുൻ